കേരളത്തിലെ വനാതിർത്തി മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വനം വകുപ്പ് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന മേഖലകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. 2 മാസത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വനാതിർത്തികളിലെ പരമ്പരാഗത കൃഷിരീതികളുടെ പുനരുജ്ജീവനവും പരിസ്ഥിതി പുനഃസ്ഥാപനവും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. വനത്തിനുള്ളിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾ സാധാരണ ഭക്ഷിക്കുന്ന ഫലവൃക്ഷങ്ങളും മറ്റു വിളകളും നട്ടുപിടിപ്പിക്കും. ഇതിലൂടെ മൃഗങ്ങൾക്ക് കാടിനുള്ളിൽ തന്നെ ആവശ്യമായ ഭക്ഷണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം വനപ്രദേശങ്ങളിലെ നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിക്കുകയും പുൽമേടുകൾ വികസിപ്പിക്കുകയും ചെയ്യും. തോട്ടം മേഖലകളിൽ കാടുപിടിച്ച് വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ വെട്ടിത്തെളിക്കും. മനുഷ്യവാസ മേഖലകളിലേക്ക് മൃഗങ്ങൾ കടന്നുവരുന്നത് തടയാൻ ആവശ്യമായ ഇടങ്ങളിൽ സൗരോർജ്ജ തൂക്കുവേലികളും ട്രെഞ്ചുകളും നിർമ്മിക്കും. അന്യം നിന്നുപോയ കൃഷിരീതികൾ വീണ്ടും സജീവമാക്കുന്നതിനൊപ്പം കൃഷിയിടങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും. വിവിധ വകുപ്പുകളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സഹകരണത്തോടെ വിനോദസഞ്ചാരവും തൊഴിൽ സാധ്യതകളും വികസിപ്പിക്കുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും പദ്ധതി സഹായകരമാകുമെന്ന് വിലയിരുത്തുന്നു.